ആഗോള ഇസ്ലാമിക ഭീകരതയും ക്രൈസ്തവ വേട്ടയും എന്ന വിഷയത്തിൽ KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ CMIയുടെ ദീപിക പത്രത്തിലെ എഡിറ്റോറിയൽ ശ്രദ്ധേയമാകുന്നു. എഡിറ്റോറിയലിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. വിവിധ രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരരുടെ അതിക്രമങ്ങൾക്കിരയാകുന്ന ക്രൈസ്തവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷങ്ങൾക്കിടയിൽ 50,000-ൽ പരം നൈജീരിയൻ ക്രിസ്ത്യാനികൾ ബൊക്കോ ഹറാം, ഫുലാനി ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൂരമായി കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. 2019 മുതൽ 2023 വരെയുള്ള കാലയളവിൽ മാത്രം നൈജീരിയയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം 16,769 ഓഗസ്റ്റ് 29 പുറത്തുവന്ന ദ ഒബ്സർവേറ്ററി ഫോർ റിലീജിയസ് ഫ്രീഡം ഇൻ ആഫ്രിക്കയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇസ്ലാമിക തീവ്രവാദികളുടെ കിരാതമായ നരവേട്ടകളുടെ തുടർച്ചയായി കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ട വാർത്ത ലോകം നടുക്കത്തോടെയാണ് ശ്രവിച്ചത്. നൈജീരിയയിലെ കൂട്ടക്കൊലപാതകങ്ങൾ ഓരോ വർഷം പിന്നിടും തോറും വർദ്ധിക്കുന്നതിന് പുറമെയാണ് കോങ്കോ, ബുർക്കിനോ ഫാസോ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഭീകരാക്രമണങ്ങൾ വ്യാപിക്കുന്നത്. 94.5% ക്രൈസ്തവർ ജീവിക്കുന്ന കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിന്തുണയോടെയുള്ള ഭീകരാക്രമണങ്ങളും കൊലപാതകങ്ങളും പരമ്പരകളും പതിവായിരിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമെങ്കിലും സമീപകാലം വരെയും സമാധാന അന്തരീക്ഷം തുടർന്നിരുന്ന ബുർക്കിന ഫാസോയിലെ 40% വരുന്ന ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മറ്റു മതസ്ഥർ ഇപ്പോൾ അരക്ഷിതാവസ്ഥയിലാണ്. ബുർക്കിന ഫാസോയിലെ വിവിധ സ്ഥലങ്ങളിൽ ഓഗസ്റ്റ് 24-25 തീയതികളിലായി നടന്ന ഭീകരാക്രമണങ്ങളിൽ 200-ലേറെ പേർ കൊല്ലപ്പെടുകയുണ്ടായി. അതിൽ സനാബ ഗ്രാമത്തിലെ 12 വയസ്സിൽ മുകളിൽ പ്രായമുള്ള പുരുഷന്മാരെയെല്ലാം ഭീകരർ തടവിലാക്കുകയും അവരിൽ 26 പേരെ അവിടെയുള്ള ക്രൈസ്തവ ദേവാലയത്തിനുള്ളിൽ വെച്ച് കഴുത്തറുത്ത് വധിക്കുകയും ചെയ്തു. 5000-ൽ പരം സ്ത്രീകളും കുട്ടികളും സമീപ പ്രദേശങ്ങളിൽ പ്രാണരക്ഷാർത്ഥം അഭയം പ്രാപിച്ചിരിക്കുന്നതായാണ് വിവിധ പ്രാദേശിക സന്നദ്ധ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തടവിലാക്കപ്പെട്ടവർ ജീവനോടെയുണ്ടോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. ബുർക്കിന ഫാസോയിൽ നടന്ന ഭീകരാക്രമണത്തെ ഓഗസ്റ്റ് 31 ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ അപലപിക്കുകയും ഭീകരവാദം ലോകസമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇത്തരം ഭീകരാക്രമണങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലോ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലോ ഒതുങ്ങുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ സംഭവിക്കുന്ന ഭീകരാക്രമണങ്ങളിൽ പലതും യഥാസമയം ആഗോള സമൂഹം അറിയുന്നതുപോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. 100 കണക്കിന് പേർ ദാരുണമായി കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ പോലും വേണ്ടവിധം ചർച്ച ചെയ്യപ്പെടുകയോ വാർത്തയാവുകയോ ചെയ്യാതെ അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു. 2024-ൽ 8 മാസം പിന്നിടുമ്പോൾ ലോകത്തെ നടുക്കിയ പ്രധാന ഭീകരാക്രമണങ്ങളിൽ മാത്രം കഴിഞ്ഞ 8 മാസങ്ങൾക്കിടയിൽ വിവിധ രാജ്യങ്ങളിലായി 1000-ഓളം ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. 2024 ജനുവരി മുതലുള്ള കാലയളവിൽ 30-ൽ പരം ഭീകരാക്രമണങ്ങളാണ് IS ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾ നടത്തിയിട്ടുള്ളത്. ജനുവരി 3 105 പേരുടെ മരണത്തിന് കാരണമായ ഇറാനിലെ ചാവേർ ആക്രമണമാണ് ഈ വർഷം ആദ്യമുണ്ടായത്. ജനുവരി മാസത്തിൽ തന്നെ ടർക്കിയിലെ ഇസ്താൻബുളിൽ ഞായറാഴ്ചയിലെ ദിവ്യബലിക്ക് മധ്യേ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തിയ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ പ്രൊവിൻസ് ഭീകരവാദികളുടെ നേതൃത്വത്തിൽ മറ്റൊരു ആക്രമണം നടന്നത് മാർച്ച് 22 റഷ്യയിലാണ്. ക്രോക്കസ് സിറ്റി ഹാളിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ 145 പേർ കൊല്ലപ്പെടുകയും 550-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വീണ്ടും ജൂൺ 23 റഷ്യയിൽ ക്രൈസ്തവ ദേവാലയങ്ങളിലും സിനഗോഗുകളിലും നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് കോക്കസസ് പ്രൊവിൻസിലെ ഭീകരർ ആയിരുന്നു. ഇത്തരത്തിൽ വിവിധ മേഖലകൾ തിരിച്ച ഇസ്ലാമിക് സ്റ്റേറ്റിലെ തന്നെ പല ഗ്രൂപ്പുകളും ചെറുതും വലുതുമായ എണ്ണമറ്റ മറ്റു ഭീകരപ്രസ്ഥാനങ്ങളും ഏഷ്യൻ, യൂറോപ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. പശ്ചിമ ജർമ്മനിയിലെ സോലിംഗൻ നഗരത്തിൽ ആഘോഷ പരിപാടികൾക്കിടെ ഒരു സിറിയൻ പൗരൻ നടത്തിയ കത്തി ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 24 ഫ്രാൻസിൽ ഒരു യഹൂദ സിനഗോഗിന് സമീപമുണ്ടായ സ്ഫോടനം ഭീകരാക്രമണമാണെന്ന് സംശയിക്കപ്പെടുന്നു. ഓഗസ്റ്റ് അവസാന ആഴ്ചയിലാണ് 130-ൽ പരം പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാനിലും ഉണ്ടായത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരും ബൊക്കോ ഹറാം ഭീകരരും ഫുലാനി ഭീകരരും മത്സര സ്വഭാവത്തോടെ ആക്രമണങ്ങൾ നടത്തുന്ന നൈജീരിയയിൽ കുറഞ്ഞത് 13 ക്രൈസ്തവരെങ്കിലും തങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഓരോ ദിവസവും കൊല്ലപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. ഭീകര സംഘടനകൾ തട്ടിക്കൊണ്ടുപോകുന്നവർ ഇതിലും ഏറെയാണ്. മാനവിക ഇടപെടലുകൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന്റെ വിലയിരുത്തലുകൾ പ്രകാരം 80% സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 83 ലക്ഷം മനുഷ്യർ നൈജീരിയയിൽ അടിയന്തര പരിഗണന അർഹിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട കയ്യേറ്റങ്ങളും ആക്രമണ ശ്രമങ്ങളുമാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമില്ലാത്ത രാജ്യങ്ങളിലെ മറ്റൊരു ഭീഷണി. 2024 വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം 36.5 കോടി ക്രൈസ്തവർ
ഇന്ന് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി കടുത്ത ഭീഷണിയിൽ ജീവിക്കുന്നു. ക്രൈസ്തവർ അതിരൂക്ഷമായ പ്രതിസന്ധികൾ നേരിടുന്ന 13 രാജ്യങ്ങളിൽ 11 ഇസ്ലാമിക രാജ്യങ്ങളാണ്. നൈജീരിയയുടെ തൊട്ടുതാഴെയുള്ള രാജ്യം നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ ക്രൈസ്തവർ ഇക്കാലഘട്ടത്തിൽ കടന്നുപോകുന്നത് കടുത്ത പ്രതിസന്ധികളിലൂടെയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15-ന് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ മതനിന്ദ ആരോപണത്തെ തുടർന്നുണ്ടായ ആൾക്കൂട്ട ആക്രമണത്തിൽ 26 ക്രൈസ്തവ ദേവാലയങ്ങളും 200-ലേറെ ക്രൈസ്തവ ഭവനങ്ങളും തകർക്കപ്പെടുകയുണ്ടായി. അതിന്റെ തുടർച്ചയായി മതനിന്ദ ആരോപണത്തിൽ ഒരു ക്രിസ്ത്യൻ യുവാവിന് പാകിസ്ഥാൻ കോടതി വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ജൂലൈ മാസമാണ്. സോമാലിയ, ലിബിയ, എറിത്രിയ, സുഡാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിലും അവശേഷിക്കുന്ന ക്രൈസ്തവർ ഏതു സമയത്തും ആക്രമിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തേക്കാം എന്ന ദയനീയ അവസ്ഥയാണുള്ളത്. പെൺകുട്ടികളും സ്ത്രീകളും നേരിടുന്ന അതിക്രമങ്ങൾ കലാപങ്ങളും കൂട്ടക്കൊലകളും മാത്രമല്ല, ഭീകര സംഘടനകൾ ലക്ഷ്യം വെച്ചിട്ടുള്ള രാജ്യത്തെ സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന സമാനതകളില്ലാത്ത ക്രൂരതയും ലോകത്തിന്റെ കണ്ണു തോർപ്പിക്കേണ്ടതാണ്. വിവിധ രാജ്യങ്ങളിൽ തടവിലാക്കപ്പെടുന്ന ആയിരക്കണക്കിന് സ്ത്രീകളും പെൺകുട്ടികളും ലൈംഗിക അടിമകളാക്കപ്പെട്ട് അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നുണ്ട്. ഗർഭിണികളാക്കുക എന്ന ലക്ഷ്യത്തോടെ 10,000-കണക്കിന് സ്ത്രീകൾ ബലാത്സംഗങ്ങൾക്ക് വിധേയമാകുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അത്തരത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് വഴി വംശശുദ്ധി നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദികൾക്കുണ്ട്. നൈജീരിയ, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അനേകം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതമാറ്റത്തിന് വിധേയമാക്കി വിവാഹം ചെയ്യുന്ന സംഭവങ്ങൾ സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നൈജീരിയയിൽ വർഷങ്ങളായി ഗർഭിണികളായ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി ഗർഭചിത്രം ചെയ്യുന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാസ്തവങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നവർ ഗൗരവ പരിഗണന ആവശ്യമുള്ള ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ വ്യാപിപ്പിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള നിരവധി പ്രസ്ഥാനങ്ങളും സംഘടനകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നുണ്ടെങ്കിലും വ്യക്തവും നിക്ഷിപ്ത താൽപര്യങ്ങളോട് കൂടിയതുമായ തമസ്കരണവും പ്രകടമാണ്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അത് കൂടുതൽ വ്യക്തമാണ്. കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനു നേരെ നടത്തിയ ഏകപക്ഷീയമായ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ പ്രസ്താവനകളും ആശയപ്രചരണങ്ങളും നടത്തുന്ന വ്യക്തികളിൽ ആരും തന്നെ നൈജീരിയയോ കോങ്കയോ സുഡാനിയോ ഭീകരവാദികളുടെ കൈകളാൽ മരിച്ചു വീഴുന്ന 100-കണക്കിന് പേരെക്കുറിച്ചോ സഹതപിച്ചു കാണുന്നില്ല. ഒട്ടേറെ രാജ്യങ്ങളിൽ ഭീകരവാദികളുടെ അക്രമം ഭയന്ന് ഉറക്കം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനലക്ഷങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഒരു മാധ്യമങ്ങളും സംവാദം സംഘടിപ്പിച്ച് കാണാറുമില്ല. തീവ്രവാദ നീക്കങ്ങൾ ഏതു കോണിൽ നിന്ന് ഉടലെടുക്കുന്നതായാലും അതിനെ മതരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒരുപോലെ എതിർക്കുവാനും തള്ളിപ്പറയുവാനും എല്ലാവരും മുന്നോട്ട് വരേണ്ടതാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു.